ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ. എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയുടെ ടൈറ്റിൽ റെറ്റിക്കുലാർ ആക്ടിവേറ്റിംഗ് സിസ്റ്റം. റെറ്റിക്കുലാർ ആക്ടിവേറ്റിംഗ് സിസ്റ്റം എന്നത് നമ്മുടെ തലച്ചോറിൻ്റെ ബ്രെയിൻ സിസ്റ്റത്തിൽ സ്ഥിതി ചെയ്യുന്ന നാഡീകോശങ്ങളുടെ ഒരു ശൃംഖലയാണ്. ഇത് നമ്മുടെ മസ്തിഷ്കത്തിൻ്റെ കാവൽക്കാരൻ അല്ലെങ്കിൽ ഫിൽട്ടർ എന്ന പോലെ പ്രവർത്തിക്കുന്നു. ഓരോ നിമിഷവും നമ്മുടെ കണ്ണുകൾ, ചെവികൾ, മൂക്ക്, തൊലി എന്നിവയിലൂടെ കോടിക്കണക്കിന് വിവരങ്ങൾ തലച്ചോറിലേക്ക് എത്തുന്നു. ആ വിവരങ്ങളെല്ലാം ഒരുപോലെ പ്രോസസ്സ് ചെയ്യാൻ ശ്രമിച്ചാൽ നമ്മുടെ മസ്തിഷ്കത്തിന് അത് അസാധ്യമായിരിക്കും. അതുകൊണ്ടാണ് റെറ്റിക്കുലർ ആക്ടിവേറ്റിംഗ് സിസ്റ്റം തീരുമാനിക്കുന്നത്. ഇത് പ്രധാനമാണ്, ശ്രദ്ധിക്കൂ. അല്ലെങ്കിൽ ഇത് അത്ര പ്രധാനമല്ല, അവഗണിക്കാം. നിങ്ങളുടെ മസ്തിഷ്കത്തിലെ സെർച്ച് എൻജിൻ ഒരു നിമിഷം നിങ്ങൾ ചിന്തിക്കൂ. ഗൂഗിളിൽ നിങ്ങൾ എന്താണ് തിരയുന്നത്, അതനുസരിച്ചാണ് ഫലങ്ങൾ ലഭിക്കുന്നത്. RASഉം, അതായത് റെറ്റിക്കുലർ ആക്ടിവേറ്റിംഗ് സിസ്റ്റവും അതുപോലെ തന്നെയാണ്. നിങ്ങൾ ദിവസവും മനസ്സിൽ ആവർത്തിക്കുന്നത് എനിക്ക് കഴിയില്ല, ഞാൻ ഭാഗ്യമില്ലാത്തവനാണ്, എൻ്റെ ജീവിതത്തിൽ അവസരങ്ങളില്ല എന്നിവയാണെങ്കിൽ നിങ്ങളുടെ മസ്തിഷ്കം അതിന് തെളിവുകൾ കണ്ടെത്താൻ തുടങ്ങും. പക്ഷേ നിങ്ങൾ പറയാൻ തുടങ്ങുകയാണെങ്കിൽ എനിക്ക് പഠിക്കാം, ഞാൻ അവസരങ്ങൾ കണ്ടെത്തും, എൻ്റെ ജീവിതം മെച്ചപ്പെടും, എന്നാൽ നിങ്ങളുടെ ശ്രദ്ധ പുതിയ വഴികളിലേക്ക് തിരിയും. ലോകം മാറിയിട്ടില്ല, മാറിയത് നിങ്ങളുടെ ശ്രദ്ധയുടെ ദിശയാണ്. നമുക്ക് കാണുന്നത് എന്തുകൊണ്ടാണ് മാറുന്നത്? ഒരു പുതിയ വാക്ക് പഠിച്ച ശേഷം അത് എല്ലായിടത്തും കേൾക്കാൻ തുടങ്ങുന്ന അനുഭവം പലർക്കും ഉണ്ടായിട്ടുണ്ടാകും. അല്ലെങ്കിൽ ഒരു ചുവന്ന കാർ വാങ്ങിയാൽ പെട്ടെന്ന് ചുറ്റുമെല്ലാം ചുവന്ന കാറുകൾ കാണാൻ തുടങ്ങും. അവ അന്ന് മാത്രമല്ല വന്നത്, അവ മുമ്പും അവിടെ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അവ നിങ്ങളുടെ RASന് പ്രധാനപ്പെട്ടതായി തോന്നിയതിനാൽ അവയെ ശ്രദ്ധിക്കാൻ നിങ്ങളുടെ മസ്തിഷ്കം നിങ്ങളെ സഹായിക്കുന്നു. വിജയിക്കുന്നവർ അറിയാതെ ഉപയോഗിക്കുന്ന രഹസ്യം. ലോകത്തിലെ നിരവധി വിജയികൾ ദിവസേന ചില ശീലങ്ങൾ പിന്തുടരുന്നു. അവർ ലക്ഷ്യങ്ങൾ എഴുതി വയ്ക്കുന്നു, വിജയം മനസ്സിൽ സങ്കല്പിക്കുന്നു, പ്രചോദനാത്മക പുസ്തകങ്ങൾ വായിക്കുന്നു, നല്ല ചിന്തകൾ ആവർത്തിക്കുന്നു. പ്രശ്നങ്ങളിലല്ല, പരിഹാരങ്ങളിലാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. ഇവയൊന്നും വെറും പ്രചോദന തന്ത്രങ്ങളല്ല, ഇവ നിങ്ങളുടെ റെറ്റിക്കുലർ ആക്ടിവേറ്റിംഗ് സിസ്റ്റത്തിനെ പരിശീലിപ്പിക്കുന്ന മാർഗങ്ങളാണ്. നെഗറ്റീവ് ചിന്തകളുടെ അപകടം. റെറ്റിക്കുലർ ആക്ടിവേറ്റിംഗ് സിസ്റ്റം ഒരു കാര്യത്തിൽ വളരെ നിഷ്പക്ഷമാണ്. നിങ്ങളുടെ വിശ്വാസം ശരിയോ തെറ്റോ എന്ന് അത് പരിശോധിക്കില്ല. നിങ്ങൾ ആവർത്തിച്ച് ചിന്തിക്കുന്ന കാര്യങ്ങൾക്ക് മാത്രമാണ് അത് മുൻഗണന നൽകുന്നത്. ഞാൻ എപ്പോഴും പരാജയപ്പെടും, എനിക്ക് വയസ്സായി, എന്നെ ആരും സഹായിക്കില്ല, ഇങ്ങനെയുള്ള ചിന്തകൾ ആവർത്തിക്കുമ്പോൾ അതിന് അനുസരിച്ചുള്ള അനുഭവങ്ങളാണ് നിങ്ങൾ കൂടുതൽ ശ്രദ്ധിക്കുന്നത്. അങ്ങനെ ജീവിതം കൂടുതൽ നിരാശാജനകമായി തോന്നും. റെറ്റിക്കുലർ ആക്ടിവേറ്റിംഗ് സിസ്റ്റത്തിനെ എങ്ങനെ പരിശീലിപ്പിക്കാം? ഒന്നാമത്, വ്യക്തമായ ലക്ഷ്യങ്ങൾ എഴുതുക. അവ്യക്തമായ ആഗ്രഹങ്ങൾക്ക് പകരം വ്യക്തമായ ലക്ഷ്യങ്ങൾ നിശ്ചയിക്കുക. രണ്ടാമത്, വിജയത്തെ മനസ്സിൽ കാണുക. ദിവസവും ഏതാനും മിനിറ്റ് നിങ്ങളുടെ ലക്ഷ്യം നേടിയതായി സങ്കല്പിക്കുക.
മൂന്നാമത്തേത്, സ്വയം സംസാരിക്കുന്ന ഭാഷ മാറ്റുക. എനിക്ക് കഴിയില്ല എന്നതിന് പകരം ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് പറയുക. നാലാമത്, നല്ല അറിവുകൾ കൊണ്ട് മനസ്സിനെ നിറയ്ക്കുക. മികച്ച പുസ്തകങ്ങൾ വായിക്കുക, വിദ്യാഭ്യാസപരമായ വീഡിയോകൾ കാണുക, പ്രചോദനമേകുന്ന ആളുകളുമായി ഇടപഴകുക. അഞ്ചാമത്, പ്രവർത്തിക്കുക. പ്രവർത്തനമില്ലാതെ റെക്ടിക്കുലർ ആക്ടിവേറ്റിംഗ് സിസ്റ്റംസ് അത്ഭുതങ്ങൾ സൃഷ്ടിക്കില്ല. ചെറിയ ചുവടുകൾ പോലും നിങ്ങളുടെ മസ്തിഷ്കത്തിന് പുതിയ അവസരങ്ങൾ കണ്ടെത്താൻ സഹായിക്കും. ഒരു ചെറിയ ഉദാഹരണം, 2 പേർക്ക് ഒരേ ദിവസം ജോലി നഷ്ടപ്പെട്ടു. ഒരാൾ പറഞ്ഞു, എൻ്റെ ജീവിതം അവസാനിച്ചു. മറ്റൊരാൾ പറഞ്ഞു, ഇത് ഒരു പുതിയ തുടക്കമായേക്കാം. സംഭവം ഒരുപോലെയായിരുന്നു, പക്ഷേ അവരുടെ ശ്രദ്ധ വ്യത്യസ്തമായിരുന്നു. അതിനാൽ അവരുടെ തീരുമാനങ്ങളും ഭാവിയും വ്യത്യസ്തമായി. ശാസ്ത്രം എന്താണ് പറയുന്നത്? മനഃശാസ്ത്രത്തിലും നാഡീശാസ്ത്രത്തിലും നടന്ന നിരവധി പഠനങ്ങൾ വ്യക്തമാക്കുന്നത് നമ്മുടെ ശ്രദ്ധ തീരുമാനങ്ങളെയും പഠനശേഷിയെയും പ്രവർത്തനങ്ങളെയും ശക്തമായി സ്വാധീനിക്കുന്നു എന്നതാണ്. റെക്ടിക്കുലർ ആക്ടിവേറ്റിംഗ് സിസ്റ്റം നിങ്ങളുടെ സ്വപ്നങ്ങൾ യാന്ത്രികമായി സഫലമാക്കില്ല, പക്ഷേ നിങ്ങൾ ശ്രദ്ധിക്കുന്ന കാര്യങ്ങളെ അത് സ്വാധീനിക്കും. നിങ്ങൾ ശ്രദ്ധിക്കുന്ന കാര്യങ്ങളാണ് നിങ്ങളുടെ തീരുമാനങ്ങളായി മാറുന്നത്. ആ തീരുമാനങ്ങളാണ് നിങ്ങളുടെ ജീവിതത്തെ രൂപപ്പെടുത്തുന്നത്. അതുകൊണ്ട് നിങ്ങളുടെ മനസ്സ് ഒരു ശക്തമായ ടോർച്ച് ലൈറ്റാണ്. നിങ്ങൾ അതിൻ്റെ വെളിച്ചം എവിടേക്ക് തിരിക്കുന്നുവോ അവിടെയാണ് നിങ്ങൾ കൂടുതൽ കാണുന്നത്. ഭയത്തിലേക്ക് തിരിക്കുകയാണെങ്കിൽ ഭയത്തിനുള്ള കാരണങ്ങൾ കാണും. പ്രതീക്ഷയിലേക്കും ലക്ഷ്യങ്ങളിലേക്കും തിരിക്കുകയാണെങ്കിൽ അവസരങ്ങൾ കാണാൻ തുടങ്ങും. അതുകൊണ്ട് ഓർക്കുക, നാം ലോകത്തെ അതുപോലെ കാണുന്നില്ല. നമ്മുടെ മനസ്സ് പരിശീലിപ്പിച്ചിരിക്കുന്ന ഫിൽട്ടറിലൂടെ മാത്രമാണ് ലോകത്തെ കാണുന്നത്. അതുകൊണ്ട് നിങ്ങളുടെ ചിന്തകൾ ശ്രദ്ധാപൂർവം തിരഞ്ഞെടുക്കുക. നിങ്ങളുടെ ലക്ഷ്യങ്ങൾ വ്യക്തമായി നിർവചിക്കുക. കാരണം ഇവിടെ ശ്രദ്ധയാണ് നാളത്തെ യാഥാർത്ഥ്യത്തെ നിർമ്മിക്കുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യൂ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ജീവിതത്തിൽ പോസിറ്റീവ് മാറ്റം ആഗ്രഹിക്കുന്ന നിങ്ങളുടെ സുഹൃത്തുക്കളുമായും കുടുംബാംഗങ്ങളുമായും ഇത് പങ്കുവയ്ക്കും. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അപ്പോൾ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. ഈ വീഡിയോ ശ്രദ്ധിച്ച് കേട്ട നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ നന്ദി. തുടർന്നുള്ള ദിവസങ്ങളിലും ഇതുപോലെ നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ പ്രയോജനമുള്ള വീഡിയോകളുമായിട്ട് വരുന്നതുവരെ എല്ലാവർക്കും ബൈ. ഹാവ് എ നൈസ് ആൻഡ് വണ്ടർഫുൾ ഡേ.